അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഒരു ജിദ്ദ ടു മദീന ഒരു ട്രെയിൻ യാത്രയും അതേപോലെ തന്നെ ഉള്ള മദീനത്തെ കുറച്ച് വ്ളോഗുകളും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യാൻ കുറച്ച് വൈകി. യാത്ര പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് സമയം തിരക്കിലായതുകൊണ്ട് കുറച്ച് ചെയ്യാൻ വൈകി. ഇപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ മദീനത്തേക്കുള്ള മറ്റൊരു ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്റ്റോപ്പില്ല. മദീനത്ത് ഡയറക്റ്റ് മക്കത്ത് പോകുന്ന ട്രെയിനാണ്. ഞങ്ങൾക്ക് പോകുന്ന ട്രെയിൻ എത്തി. അപ്പോൾ ട്രെയിനകത്ത് കയറി. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ട്രെയിൻ. നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരത് പോലെയൊക്കെ തന്നെ അകത്ത് സൗകര്യം ഏകദേശം വന്ദേ ഭാരത്, പക്ഷേ അതിനെക്കാട്ടിലും ഒന്നും കൂടെ മികച്ച സൗകര്യമാണ്. ഒരിക്കലും വന്ദേ ഭാരതും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. വന്ദേ ഭാരതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 130 ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 250 കിലോമീറ്റർ ആവറേജ് സ്പീഡ് പോകുന്ന ട്രെയിനാണ്. ഒരു ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ ഒക്കെ എത്തേണ്ട സമയം ഇത് 1.5 മണിക്കൂറുണ്ട് എത്തുന്ന ട്രെയിൻ. പക്ഷേ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജും ഒക്കെ ഡിപ്പെൻസാണ്. അത് ഫ്ലൈറ്റ് ചാർജ് പോലെ തന്നെയാണ്. ഇത് സീസണിനനുസരിച്ചിട്ട് കൂടും കുറയും ചെയ്യും. ഇപ്പോൾ നോമ്പാകൊണ്ട് സീസണാണ്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ സാലഡ് ടൈമിലുള്ള ട്രെയിനാണെങ്കിൽ ടിക്കറ്റ് കൂടും. അങ്ങനെയൊക്കെയാണ് ട്രെയിനിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അവിടെ എത്തി, മദീനത്തെത്തി. അറമിക്ക് സുബിയുടെ മുമ്പ് എത്തി. സുബി നിസ്കരിക്കാം, അറമത്ത് നിസ്കരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അറമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ട്രെയിനിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രെയിനിന് ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ ടാക്സിക്കാരുണ്ടാവും. അപ്പോൾ അവിടെ അതേപോലെ തന്നെ ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് കയറി പോരുകയാണെങ്കിൽ കുറഞ്ഞൊരു ചാർജിന് ഇവിടെ എത്തും. ഏകദേശം 20 റിയാലോ അത്രേ വരുള്ളൂ, 21 റിയാലോ എന്നാണ്. നേരെ വിളിച്ച് ടാക്സിക്ക് വരുമ്പോൾ 50 റിയാലോളം വരും. അതൊന്ന് ശ്രദ്ധിക്കണം ട്രെയിനിൽ പോരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പ്രത്യേക കൗതുകം കണ്ടെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നമ്മൾ നാട്ടിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഫോട്ടോ പകർത്തുന്ന ദൃശ്യങ്ങളല്ലേ ഇതൊക്കെ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ഹുബ്ബ ഫോട്ടോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോ പകർത്തുന്നു. ഇപ്പോൾ തിരിച്ച് റൂമിൽ വന്ന് ളുഹറിന് ശേഷം പള്ളി പോവാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. ഈ കണ്ട ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇത് ജിദ്ദയ്ക്ക് അതേപോലെ തന്നെ മക്കത്തേക്ക് റിയാദ് ഒക്കെ ബസ്സുകൾ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം. അതായത് 23 നമ്പർ ഗേറ്റിന് ആ ഡയറക്റ്റ് വഴി ഈ ലൈനിലുണ്ടാവുക. ഇതൊക്കെ പുതിയതായിട്ട് അതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. മദീനത്തെ പള്ളിയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഈ കോട്ടാനാണ് ഇതിൻ്റെ മുന്നോട്ടത്തെ ആദ്യത്തിലുള്ളൊരു ഇതാണ്. ആളുകൾക്ക് ചൂട് പറ്റാനും അതേപോലെ തന്നെ ചൂടിന് രക്ഷ നേടാനും ഇവിടെ കാണുന്ന മറ്റൊരിതാണ് ഈ ഒരു സ്പ്രേ ചെയ്യുന്നത്. ഒരു ഫാനിന് വെള്ളം വെച്ച് സ്പ്രേ ചെയ്ത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മദീനത്ത് ഇപ്പോൾ ചൂട് കുറവുള്ള സമയമാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ തണുപ്പാണ്, പക്ഷേ തണുപ്പില്ല. ഞങ്ങൾ വന്ന സമയത്ത് വലിയ തണുപ്പില്ല. അപ്പോൾ ചൂടിനൊക്കെ അത്യാവശ്യം നല്ല ഉപകാരമുള്ള സംഭവമാണ്. പക്ഷെ ഇതുപോലും യേശുവില്ല, അത്രയും ചൂടായി. ഈ ഒരു കൊട കൊണ്ടുള്ള വേറൊരു ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ മദീനത്തെ ഫുൾ പള്ളിയുടെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം കാണാനോ കഴിയില്ല. കൊട വെച്ച് മറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ മഗ്‌രിബിക്ക് ശേഷം കാണാറുണ്ട്. സാധാരണ കുട ചുരുക്കും, പക്ഷേ ഇന്നത്തെ ദിവസം അതും ഉണ്ടായില്ല. മഴയിൽ ഒരു മൂടിയ സമയമായിരുന്നു. റൗളയുടെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വരിയാണ് ഈ കാണുന്നത്. ചുറ്റി ഇങ്ങനെ വരണം. അതിന് ഡയറക്റ്റ് പോകാൻ കഴിയില്ല, അവിടെ നിന്ന് കയറാൻ കഴിയില്ല, റൗണ്ട് ചെയ്ത് വരണം. ഞാനും റൗളയുടെ അകത്തൊക്കെ വരാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇതിൽ വരിയിൽ നിന്ന് പോവുക. ഇതാണ് മദീനത്തെ കുബ്ബ. പക്ഷേ ഇതൊന്നും എല്ലാ ഭാഗത്തും ഇതൊന്നും ഫോട്ടോ പകർത്താൻ കഴിയില്ല. ചില ഈ കോട്ടയും അതുപോലെ തന്നെ ഈ ബാരിക്കേഡൊക്കെ വെച്ച് മറച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിയില്ല.
അവിടെ ഇങ്ങനെ സെൻറ്റർ ഒഴിഞ്ഞ് കിടക്കുന്നത് ആളുകൾ തിരക്കില്ലാത്തതുകൊണ്ടല്ല, അവിടെ തന്നെ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. ബാബുസലാം ആണ് ഈ അകത്തൊക്കെ വലിയൊരു മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഞാനിവിടെ 15 വർഷം മുമ്പ് വന്നപ്പോഴും മദീനത്ത് വന്നൊന്നുമല്ല, 15 വർഷം ആയിട്ടുള്ളത് കാണുന്ന കാഴ്ച തന്നെയാണ്. അത് അകത്ത് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, ഈ എഴുത്തുകളും എല്ലാം. റൗദറ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഇടതുവശത്തായിട്ട് കാണുന്ന കുറഞ്ഞ ഭാഗം കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്, കാണാം. ഇതാണ് റസൂലിൻ്റെ മിമ്പറിൻ്റെയും അതേപോലെ റസൂലിൻ്റെ ഖബറിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം എന്ന് പറഞ്ഞത്. അത് നാളെ സ്വർഗത്തിൽ ഈ സ്ഥലം ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞൊരു സ്ഥലം. അവിടെ നിന്ന് നിസ്കരിക്കൽ പ്രത്യേക സുന്നത്താണ്. ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള അവിടെ വലിയൊരു തിരക്കില്ല. ഇതാ ഈ കാണുന്ന ഭാഗമാണത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ അവിടെ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ആ ടൈമിൽ മാത്രം അത് നിയന്ത്രിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ആദ്യം എല്ലാ ഭാഗത്തും തള്ളി അവിടെ വന്നിരുന്നു നിസ്കരിക്കുക. പിന്നെ അവിടെ സെക്യൂരിറ്റി ഒക്കെ മാറ്റി, അങ്ങനെയൊക്കെ ഒരു തിരക്കുള്ളൊരു ഇതായിരുന്നു. അപ്പം അതിനൊക്കെ നിയന്ത്രണം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഭാവിയിൽ ഈ റൗള ഉയർത്തിയാലും ഇങ്ങനെ ആപ്പ് വഴിയൊക്കെ നിയന്ത്രിക്കാൻ സാധ്യത ഉണ്ട്. അത്രത്തോളം തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും മൊബൈലിൽ ഫോട്ടോ പകർത്തുന്നു, പല ആളുകളും നാട്ടിലൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു, ചിലർ സലാം പറയിപ്പിക്കുന്നു. മുത്തവ ആളുകളോട് അവിടെ റസൂലിൻ്റെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് ദ്വാരക്കുന്ന ആൾക്കാരോട് ദ്വാരക്കരുതെന്ന് പറയും. സലാം പറയാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇനി ജന്നത്തുൽ ബക്കിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ജന്നത്തുൽ ബക്കി ഓപ്പൺ ചെയ്ത് കിടക്കുന്ന സമയം അകത്തായതുകൊണ്ട് തന്നെ പുറത്തു വന്നപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് അകത്തുനിന്നുള്ള ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ഇതിനകത്താണ് ജന്നത്തുൽ ബക്കി വരുന്നത്. ഒരുപാട് സഹാബാക്കളെ ഖബർസ്ഥാൻ നിലകൊള്ളുന്ന സ്ഥലം. നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ പല ആളുകളും എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് പല ജോലിക്കാരും, അതുപോലെ തന്നെ അത് ഇവിടെ എത്തിച്ചിട്ടുള്ള ആളുകളും ഒക്കെ എല്ലാം കൂടെ അതിൻ്റെ തിരക്കിലായിരിക്കും. അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി നൽകുന്നൊരു കാഴ്ചയാണത്. വീട്ടിൽ നിന്ന് കുട്ടികളും ബാപ്പയും എല്ലാവരും കൂടെ വന്ന് അവർ സുഫ്രൊക്കെ ഇട്ട് അവരെന്നെ ഇതിൽ സപ്ലൈ ചെയ്ത് പിന്നെ ലാസ്റ്റ് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു കാഴ്ച. അവരെ കൈയൊക്കെ പിടിച്ച് നല്ല സ്നേഹത്തോടെ കൊച്ചുമക്കളൊക്കെ വന്ന് കയ്യിൽ പിടിച്ച് അവരുടെ സുഫ്രയൊക്കെ ക്ഷണിക്കുന്ന ഒരു കാഴ്ച, ഒരു ആതിഥ്യ മര്യാദ. അത് ഇവിടെ നമ്മൾ സൗദിയിൽ ഇവിടെ മാത്രമേ കാണുള്ളൂ. മക്കത്തോ വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണിത്. അത് റസൂലിനെ പഴയ കാലത്ത് ഹിജ്റ വന്നപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഇതിൻ്റെ അവർ പിൻപ്രക്കാരായിട്ടുള്ള ആളുകൾ അവരിന്നും ആ ഒരു ആതിഥ്യ മര്യാദ നിലനിർത്തിപ്പോകുന്നൊരു കാഴ്ച. ഏതായാലും നോമ്പ് വെറുക്കാൻ അധിക സമയമല്ല. പല ഭാഗത്ത് സുഫ്രകൾ പല വിഭവങ്ങളുണ്ടാവും. കുബൂസ്, റൊട്ടി, ഇപ്പം അധികം വലിയ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല തോന്നുന്നു. ആദ്യം എല്ലാം ഉണ്ടായിരുന്നു. അതായത് മന്തി, കബ്സ, ബ്രോസ്റ്റ്, അങ്ങനെ പല ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നിയന്ത്രണം ഉണ്ടാവും സംശയമുണ്ട്. അത് വല്ലാതെ കാണുന്നാൽ
ഞാനും ഒരു സുഫ്രയിൽ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. നോമ്പ് തുറക്കാൻ അധികം സമയമില്ല. എന്തായാലും ഈ വീഡിയോ ഈ നോമ്പ് തുറയോടുകൂടെ അവസാനിപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ബാക്കിയുള്ള മദീനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ബ്രോസ്റ്റ് എല്ലാം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതാണ് ഒരു സുഫ്ര കണ്ടുവരുന്നു. സുഫ്രയിൽ ഇവരെ ഈ കിറ്റിൽ അടങ്ങിയിട്ടുള്ള സാധനം, ഭക്ഷണം അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളൊരു സാധനം എല്ലാം ഇതിലുണ്ട്. ഈ മക്കളുടെ കൈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഈ ഒരു കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് ഇവിടുത്തെ ബലതിയുടെയൊക്കെ ഓർഡർ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ്. എന്തായാലും ഈ മദീനത്തെ ഷോപ്പിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള കാഴ്ചകളും ആയിട്ട് അടുത്ത വേറെ ഒരു വീഡിയോയിൽ വരാം. തുടക്കമായതുകൊണ്ട് തന്നെ വീഡിയോ എന്തെങ്കിലും പോരായ്മകളായി എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെ കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തൊരു വീഡിയോയിൽ നന്ദി അറിയിക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കരുതുന്നു. ഒരു തുടക്കക്കാരനാണ്, അതുകൊണ്ട് തന്നെ പോരായ്മകളുണ്ടാവും. അപ്പോൾ മദീനത്തെ ഷോപ്പിംഗ് ക്ഷമിക്കുക. എൻ്റെ എല്ലാം ഉൾപ്പെടുത്തി നേരം മദീനത്തെ മറ്റുള്ള പല കാഴ്ചകളും സുഹൃത്തുക്കളുള്ള എൻ്റെ ഹൃദയം അടുത്തൊരു വീഡിയോ വരാം. അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞ് ആളുകളൊക്കെ വീഡിയോ പല ആളുകൾക്ക് ഷോപ്പിങ്ങും താങ്ക് യു വെരി മച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എല്ലാവർക്കും താങ്ക്സ്.